ഹായ് ഹലോ. ആദ്യം തന്നെ എല്ലാവർക്കും ഈദ് മുബാറക്ക് പറയുകയാണേ. പെരുന്നാൾ ശനിയാഴ്ച ആവുമെന്ന് തന്നെ വിചാരിച്ച് നിൽക്കുമായിരുന്നു. ഉമ്മയാണെങ്കിൽ പിറ്റേ ദിവസം അത്താഴത്തിനുള്ള ചോറും കറിയും എല്ലാം റെഡിയാക്കി വെച്ചേക്കായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നോമ്പിന് ബാങ്ക് പള്ളിയിൽ നിന്ന് തക്ബീർ വിളിക്കുന്നത് കണ്ടപ്പോഴാണ് പെരുന്നാളെന്ന് ഉറപ്പിച്ചത്. അപ്പോൾ പിന്നെ കളർഫുള്ളാക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, മോനുള്ളതുകൊണ്ട് കുറച്ച് പടക്കൊക്കെ എവിടെന്നെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. അപ്പോൾ വാപ്പേനോട് പറഞ്ഞപ്പോൾ വാപ്പ മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ എന്തായാലും മോനൊക്കെ ഫുഡ് എടുത്ത് ഉറക്കി കഴിഞ്ഞ ശേഷം ഞാനും ഉമ്മയും പെരുന്നാളിൻ്റെ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലേക്കൊക്കെ തിരിഞ്ഞു കിട്ടും. ഉള്ളി കാര്യങ്ങളൊക്കെ അരിഞ്ഞു, ചിക്കൻ ബിരിയാണി വെക്കണം, ബീഫ് ഫ്രൈ ഉണ്ടാക്കണം, പായസം ഉണ്ടാക്കണം. അപ്പോൾ അതൊക്കെയായി. രാവിലെ വെളുപ്പിന് ഒരു 5 മണിയാകുമ്പോഴത്തേക്കും ദമ്മിൽ കയറിയിട്ടോ. കറക്റ്റ് 5 മണിക്ക് ബിരിയാണി ദമ്മിൽ കയറി. അതിനുശേഷം പായസമാക്കി. എല്ലാം അടുപ്പേ തന്നെയാണ്, ഗ്യാസ് എല്ലാം കുറവായതുകൊണ്ട് എല്ലാം പുറത്ത് അടുപ്പ് തന്നെ നമ്മൾ ഒരുക്കി. അങ്ങനെ ഫുഡിൻ്റെ പണികളെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ബാക്കിയുള്ള അലക്കൽ ഉമ്മ രാത്രി തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു. ബാക്കി ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം തന്നെ വെളുപ്പിനെ തന്നെ നേരത്തെ തീർത്തു. കുളിയെല്ലാം കഴിഞ്ഞു. ദമ്മൊക്കെ പൊട്ടിച്ച് അടുത്തുള്ള വീട്ടിലേക്ക് ഫുഡും പായസം എല്ലാം കൊടുത്തു. കടലപ്പരിപ്പ് പായസമായിരുന്നു കേട്ടോ, പ്രഥമൻ പോലെ വെച്ചിട്ടുണ്ടായത്. പറയാതിരിക്കാൻ വയ്യ, എൻ്റെ കടലപ്പരിപ്പ് പ്രഥമന് ഭയങ്കര അഭിപ്രായമായിരുന്നു കേട്ടോ. വീട്ടിൽ അടുത്തുള്ളവർക്കും ബാക്കി പായസം ഞങ്ങൾ ഉമ്മൻ്റെ വീട്ടിൽ പോയപ്പം അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് വലിയ മാമനൊക്കെ ഭയങ്കര അഭിപ്രായമായിരുന്നു പറഞ്ഞത്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. വീട്ടിൽ ചെറിയൊരു ട്രിപ്പ് പോലെ ഉമ്മൻ്റെ വീട്ടിലോട്ട് ട്രെയിനൊക്കെ കയറി പോയി. തിരിച്ചാകുമ്പോൾ അവിടെ നിന്ന് കുറച്ച് ചെറിയൊരു ഫോട്ടോസൊക്കെ എടുത്ത് തിരിച്ച് ഞങ്ങൾ ഒരു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് തിരിച്ചിങ്ങോട്ട് 4-5 അമ്മമ്മയുടെ വീട്ടിലും മൂത്തമ്മൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഞങ്ങൾ ചെറിയ പെരുന്നാൾ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ ചാനൽ ഇഷ്ടമായിട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ. സോ ഇറ്റ്സ് മീ സജ്ന. സീ യു നെക്സ്റ്റ് ടൈം.